വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ എണീറ്റ് മോർണിംഗ് റൂട്ടീൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് കർട്ടൻസൊക്കെ ഓപ്പൺ ചെയ്തിടുക, പിന്നെ ബെഡൊക്കെ ഒന്ന് ശരിക്കും വിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരാഴ്ച ആയല്ലോ ഞാനിപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് എന്താ വീഡിയോസ് ഇടാഞ്ഞ, വീഡിയോസ് വേഗം ഇടുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ കമൻറ്റ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചിട്ടൊക്കെ എന്താ വീഡിയോസ് ഇടാഞ്ഞെന്നൊക്കെ നിങ്ങൾ ചോദിച്ചല്ലോ. അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ വീഡിയോസ് ഇടാഞ്ഞത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാരണമൊന്നുമില്ല. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാത്ത കുറച്ച് സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഇടാനും പറ്റാഞ്ഞ്. ഇനി എന്തായാലും അങ്ങോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇടാൻ വേണ്ടി നോക്കാം. പിന്നെ ഇപ്പോൾ നമ്മളിതുവരെ ഡെയിലി ആണല്ലോ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഇനി ഞാൻ എന്തായാലും ഡെയിലി ഇടണമെന്ന് വിചാരിക്കണില്ല. ലോങ് വീഡിയോസ് ഡെയിലി ഇടാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. വിചാരിച്ചാലൊക്കെ പറ്റും, കാരണം ഇപ്പോൾ നമ്മൾ മുന്നേ അങ്ങനെയാണല്ലോ ചെയ്തത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡെയിലി വീഡിയോസ് ഇടുന്നതുകൊണ്ട് എനിക്ക് വ്യൂസിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ക്ലാസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഡെയിലി വീഡിയോ ഇടുമ്പോൾ ഡെയിലി കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ലല്ലോ. സോ ഞാൻ വിചാരിച്ചെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ തന്നെ ഇടാം എന്നുള്ളത്. പിന്നെ മുന്നേ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ഡെയിലി വീഡിയോസ് ഇടുന്നത്. ഡെയിലി വീഡിയോ ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, വോയിസ് കൊടുക്കണം, അത് അന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അത്രയും റിസ്ക് എടുത്ത് ചെയ്തിട്ടും വലിയ ഡിഫറൻസ് ഒന്നും വ്യൂസിലില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യണ്ടല്ലോ. കാരണം ഈ ഒന്നരാട് ദിവസം ഇട്ടാൽ തന്നെ നമ്മൾ ഓരോ ദിവസം ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയിൽ കുറച്ച് ഡിഫറൻസ് കുറയും. കാരണം നമ്മളിത് ഇന്ന് എന്തായാലും ഇട്ട് തീർക്കണമല്ലോ എന്നുള്ളൊരു ഒരു വിചാരം കൊണ്ട് വേഗം എഡിറ്റ് ചെയ്ത് വേഗം ഇടുക ചെയ്യാം. പക്ഷേ ഒരു ദിവസമൊക്കെ ഗ്യാപ്പ് ഉണ്ട് എഡിറ്റ് ചെയ്യാനെന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയമെടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പറ്റും ചെയ്യും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും പറ്റും. സോ ഞാൻ വിചാരിച്ചു വീഡിയോ ഇടണമല്ലോ വിചാരിച്ച് എന്തെങ്കിലും ഷെയർ ചെയ്യണതിനേക്കാളും നല്ലത് നല്ല വീഡിയോസ് ഇടുന്നതല്ലേ. അതുകൊണ്ടാണ് ഇപ്പം ഡെയിലി ഇടണ്ടെന്ന് വിചാരിച്ചേ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ എൻ്റെ പ്ലാനറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ടു ഡു ലിസ്റ്റും അതൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായി പോയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഓട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് മറക്കണ ഒരു സംഭവമാണ് കേട്ടോ. ഓട്സ് വാങ്ങി വെക്കുന്നല്ലാതെ അങ്ങനെ എപ്പോഴൊന്നും യൂസ് ചെയ്യൂല. ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അങ്ങനെ മറന്നു പോണതാണ്. അപ്പോൾ ഇന്നെന്തായാലും ഓട്സ് തന്നെ ആക്കാമെന്ന് കരുതി. അതിനാദ്യം ഞാൻ കുറച്ച് പാലും വെള്ളം കൂടെ കറക്റ്റ് ഒരു കപ്പാക്കിയിട്ട് അങ്ങനെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു സെയിം കപ്പിൽ തന്നെ നേരെ പകുതിയാണ് കേട്ടോ ഓട്സ് എടുക്കുക. പിന്നെ എനിക്കെപ്പോഴും ഓട്സ് കുറച്ച് ലൂസായിട്ട്, അത്യാവശ്യം നല്ല ലൂസായിട്ട് കഴിക്കാനാണ് ഇഷ്ടം. സോ ഈ ഓട്സ് ഏകദേശം ഒന്ന് കുക്കായി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ പാലേക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്യാറ് കേട്ടോ. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഓട്സ് തന്നെ കിട്ടും. ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ചും കൂടെ പാലോ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ പാല് നല്ലോണം തിളച്ച് വന്നപ്പോൾ അതിക്ക് ആവശ്യമായിട്ടുള്ള ആ ഓട്സ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഫ്ലാക്സ് സീഡ്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിന്നോ അല്ലെങ്കിൽ ഈ പലചരക്ക് കടകളുണ്ടല്ലോ കുറച്ചും കൂടെ കൂടുതൽ സാധനങ്ങളൊക്കെ കിട്ടണേ, അവിടെ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞാൽ മതി. ഭയങ്കര എക്സ്പെൻസീവ് ഒന്നല്ല കേട്ടോ. വാങ്ങിയവർക്ക് അറിയുണ്ടാവും, കുറച്ച് പൈസക്ക് തന്നെ 100 ഗ്രാമൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ നമ്മുടെ ഡെയിലി ഫുഡിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഡെയിലി യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും അത് ഭയങ്കര നല്ലതാണ്. കാരണം നമ്മളെ ഹെൽത്തിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ആൻറ്റി ഓക്സിഡൻസും അതേപോലെ കുറേ ടൈപ്പ് ന്യൂട്രീഷൻസ്, പ്രോട്ടീൻ, ഫൈബർ, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. സോ നിങ്ങളിങ്ങനെ കുറച്ചൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ഓട്സ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മൂത്തീസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബേക്ക് ചെയ്യുകയാണെങ്കിലോ അങ്ങനെ മാക്സിമം ഫുഡ് ഐറ്റംസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അങ്ങനെ അത് ഓട്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭയങ്കര ലൂസായിട്ടുള്ളതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാലൊഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്നിങ്ങനെ പാല് വറ്റിയിട്ട് കുറുകിയ പോലാവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കഴിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് ഹണിയും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു, ഒരു മധുരത്തിന് വേണ്ടിയിട്ട്.
വന്നിട്ട് പിന്നെ അതൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഞാൻ എന്നും ചെയ്യണ പോലെ തന്നെ ഫോണിൽ എന്തെങ്കിലും നോക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഓർഡേഴ്സൊക്കെ ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുന്നവരെ കസ്റ്റമർ ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുമല്ലോ, എന്നാ കിട്ടുക എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനത്തെ അതിനൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കലുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുപ്പിയിൽ കുറച്ച് വെള്ളം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കുടിച്ചിട്ട് പിന്നെ ഞാൻ ബോട്ടിലും ഒക്കെ എടുത്ത് പോന്നിട്ടുണ്ട്. എന്തായാലും ഇത് ഫില്ല് ചെയ്ത് വെക്കണം. പിന്നെ നേരത്തെ ഓട്സ് ഉണ്ടാക്കിയിട്ടുള്ള പാനും ഒക്കെ കഴുകാണ്ടിരുന്നു. അത് ഞാൻ അപ്പോൾ കഴുകിയിട്ടില്ല. കാര്യം ഈ നോൺ സ്റ്റിക്കിൻ്റെ പാന് നമ്മൾ ചൂടോടെ കഴുകരുത് എന്ന് പറയുമല്ലോ. അതുകൊണ്ട് തന്നെ ചൂടാറിയിട്ട് കഴുകാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചതേനു. അങ്ങനെ അതും പിന്നെ ഫുഡ് കഴിച്ചിട്ടുള്ള പാത്രം പിന്നെ കുപ്പിയൊക്കെ എന്ത് കഴുകിയിട്ടാണ് കേട്ടോ. ഞാൻ എല്ലാ രാവിലെയും കുപ്പി ശരിക്കും നല്ലോണം കഴുകിയതിന് ശേഷമാണ് പിന്നെ വെള്ളം ഫില്ല് ചെയ്ത് വെക്കലുള്ളത്. ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്കിതിൽ കഴുകാൻ മാത്രമൊന്നും കാണുന്നില്ലെങ്കിലും ശരിക്കും എന്നും നമ്മൾ ഈ വെള്ളം കുടിക്കുന്ന ബോട്ടിലാണെങ്കിലും ഗ്ലാസ് ആണെങ്കിലൊക്കെ നല്ലോണം കഴുകണം കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഈ വെള്ളത്തിൻ്റെ ചെറിയ കൊഴുപ്പ് പോലെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നല്ലോണം ക്ലീൻ ആൻഡ് നീറ്റ് ആക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് അങ്ങനെ ചെയ്യാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും വർക്ക് അന്ന് ചെയ്ത് തീർക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുന്നായിട്ട് എന്തായാലും അതൊക്കെ ചെയ്ത് തീർക്കും. എന്നിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കലുള്ളൂ. ഈ പോളറോയിഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ക്ലീൻ ചെയ്യണതിൻ്റെ മുന്നേ തന്നെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കും. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഈ ചെറിയ ചെറിയ പീസസ് ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഡസ്റ്റ്ബിന് കിട്ടാലും താഴെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അടിച്ചു വരി കഴിഞ്ഞിട്ടൊക്കെയാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെയും ക്ലീൻ ചെയ്യണ്ടേന്നുള്ളൊരിതുകൊണ്ട് ഇങ്ങനെ രാവിലെ മാത്രം ചെയ്യലുള്ളൂ എന്നല്ല കേട്ടോ. ചില ദിവസം രാത്രി വൈകുന്നേരമൊക്കെ പ്രിൻ്റ് ചെയ്ത് വരുന്നതിനനുസരിച്ച് ചെയ്യും. എന്നാലും അധികം രാവിലെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെയാണ് ചെയ്യലുള്ളത്. ഇപ്പോൾ ഞാൻ കുറച്ച് മിനി പോളറോയിഡ്സാണ് കട്ട് ചെയ്യണത്. ഞാൻ ബോക്സ് ഇപ്പോൾ കൊടുക്കണില്ല എന്ന് പറഞ്ഞല്ലോ, പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ച് ബോക്സ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ എന്തിനാ സ്ക്രഞ്ചീസിനും പിന്നെ അന്ന് കുറേ മിനി പോളറോയിഡ്സിന് ഓർഡർ കിട്ടിയൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ബോക്സ് എല്ലാം കൂടെ അങ്ങോട്ട് ചെയ്യാൻ കഴിയണില്ല. അന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ട് 3 ഇഞ്ചസിൻ്റെ ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നണേ ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ ആമസോൺ അതിൽ ഏതോ ഒന്നാട്ടോ. ലിങ്കൊന്നും എൻ്റെ കയ്യിലില്ല, കാരണം കുറേ മുന്നെയാണ്. അന്ന് പിന്നെ ഞാനത് യൂസ് ചെയ്തില്ല പോളറോയിഡ്സിന് വേണ്ടിയിട്ട്. പിന്നെ എന്തോ അങ്ങനെ യൂസ് ചെയ്തില്ല, കാരണം അതിൻ്റെ സൈസും കുറച്ച് വലുതായിരുന്നു. ഈ പോളറോയിഡ്സ് ഇട്ടിട്ടും ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. സോ ആ ഒരു ബോക്സിൻ്റെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ബോക്സ് വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഞാൻ അത് കൊടുക്കാട്ടോ ചെയ്യലുള്ളത്. എക്സ്ട്രാ പേയ്മെൻറ്റ് ഒരു 10 രൂപയൊക്കെ വാങ്ങിയിട്ട് ആ ഒരു ബോക്സാണ് കൊടുക്കലുള്ളത്. പറഞ്ഞു വന്നത് ഈ ഒരു പോളറോയിഡ്സ് ബോക്സിൽ വേണമെന്നവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ബോക്സിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുകളിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതേപോലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ളൊരു ചെറിയ പോളറോയിഡ്സ് അല്ല, ചെറിയൊരു കാർഡ് പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ കാക്കൻ്റെ സൗണ്ടൊക്കെ നല്ലോണം ഉണ്ടാവും കേട്ടോ, കാരണം നല്ലോണം കേൾക്കുന്നുണ്ട്. പിന്നെ ഏതൊരു വീഡിയോക്ക് ഇപ്പോൾ കഴിഞ്ഞ ഏതൊരു വീഡിയോക്ക് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നോയ്സ് ഒന്നും ഇല്ലാണ്ട് വോയിസ് റെക്കോർഡ് ചെയ്യണേ, ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെ ഇത്ര ക്ലിയർ ആയിട്ട് റെക്കോർഡ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇല്ലാണ്ട് റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. കാരണം ഏത് സമയത്ത് നമ്മൾ വോയിസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് എന്തായാലും ഉണ്ടാവും. ഒന്നിപ്പോൾ രാത്രി എല്ലാവരും ഉറങ്ങിയിട്ടാണെന്നുണ്ടെങ്കിലും ഈ ചെറിയ ചെറിയ പ്രാണികളെ സൗണ്ടൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവും. രാവിലെ നല്ല രാവിലെ ആണെങ്കിൽ കോഴി കൂണ സൗണ്ടും അതൊക്കെ ആയിട്ട്, ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ ഏതെങ്കിലും ഇടയിലാണെങ്കിൽ ബാക്കിയുള്ള ഈ വീട്ടിലുള്ള സൗണ്ടും പുറത്തുനിന്നുള്ള സൗണ്ടും എല്ലാം ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഭയങ്കര സൗണ്ട് വരുന്ന സമയത്ത് ഞാൻ മിണ്ടാതെക്കും, എന്നിട്ട് അതൊന്ന് കുറഞ്ഞതിന് ശേഷം ബാക്കി പറയും. അങ്ങനെയാണ് ചെയ്യുക. ചെറിയ ചെറിയ സൗണ്ടാണെങ്കിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യലില്ല, കാരണം അത് പോണത് നോക്കി നിന്നിട്ട് കാര്യമല്ല. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്യലുള്ളത്. പിന്നെ നിങ്ങൾ ഹെഡ്സെറ്റൊക്കെ വെച്ച് ഭയങ്കര ശ്രദ്ധിച്ചാണ് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സൗണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ അല്ലാത്ത രീതിയിൽ കേൾക്കുമ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ വോയിസ് അല്ലേ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ബാക്കിൽ എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് കേൾക്കൂല എന്നുള്ളതാണ് സത്യം. അല്ലാതെ ഇല്ലാഞ്ഞിട്ടൊന്നല്ല കേട്ടോ, എന്തായാലും അങ്ങനെ ഉണ്ടാവും ചെറിയ ചെറിയ നോയ്സും കാര്യങ്ങളൊക്കെ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ബോക്സ്. ഇത് വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണല്ലോ കിട്ടുക, അങ്ങനെ ഒരു കാർഡ്ബോർഡ് പീസ് പോലെ. ഇനി കറക്റ്റ് ഓരോ ആ ലൈനിലും ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് ഒരു ബോക്സ് ആക്കിയിട്ട് എടുക്കണം. ഇത് മിനി പോളറോയിഡ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സെയിം ടൈപ്പ് ബോക്സ് തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ സൈസ് കുറച്ച് ചെറുതാട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾ 4x4 ഫ്രെയിമിനാണ് ബോക്സ് വാങ്ങണത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 5x5 ബോക്സാണ് കേട്ടോ വാങ്ങേണ്ടത്. ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫോട്ടോൻ്റെ സൈസാണ് 4x4. ഫ്രെയിമിൻ്റെ സൈസ് എപ്പോഴും 5x5 ആണ് വരിക. അങ്ങനെ 1 ഇഞ്ച് കൂട്ടിയിട്ട് വേണം വാങ്ങാൻ, കാരണം ആർക്കും മിസ്റ്റേക്ക് വരണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അങ്ങനെ ആ പരിപാടിയും കൂടെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യമൊക്കെയാണുള്ളത്. സോ അതൊക്കെ ഓരോന്നായിട്ട് ചെയ്യാണ്.
ഇതിപ്പോൾ എൻ്റെ കുറച്ച് ഹെയർ ബാൻഡ്സും ഹെയർ ബോസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് കേട്ടോ വാഷ് ചെയ്യാൻ വേണ്ടി, കർച്ചീഫൊക്കെയാണ് വാഷ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലാണ് വാഷ് ചെയ്യലുള്ളത്, ഒരു ടൈം പീരീഡൊന്നുമില്ല. നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ വാഷ് ചെയ്യാനായിട്ടുണ്ടെന്ന് മനസ്സിലാവുമല്ലോ, ആ ഒരു സമയത്ത് എടുത്തിട്ടെല്ലാം കഴുകിയിടുകയാണ് ചെയ്യലുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ പുറത്ത് വന്നിട്ട്, പുറത്ത് നമ്മൾ സാധാരണ ഡ്രസ്സൊക്കെ തിരുമ്പണ കല്ലുണ്ടല്ലോ, അവിടുന്ന് തന്നെയാണ് കഴുകണത്. അതാണ് ഒന്നുകൂടെ നല്ലത്. ഇതാദ്യം കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കും സോപ്പും പൊടിയിൽ, എന്നിട്ടാണ് കേട്ടോ കഴുകാടുക്കലുള്ളത്. പിന്നെ ഞാൻ നേരെ റൂമിൽ വന്നിട്ട് അടിച്ചു വാരുക, തുടക്കുക, അങ്ങനത്തെ ഡെയിലിയുള്ള ക്ലീനിങ് ഒക്കെയാണ് ചെയ്യണത്. അപ്പോൾ ആദ്യം റൂമൊക്കെ ഒന്ന് അടിച്ചു വരുന്നുണ്ട്. പോളറോയിഡ് കട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ പീസൊക്കെ ഡെസ്കിലായതുകൊണ്ട് തന്നെ ഞാൻ അപ്പം തന്നെ ഒക്കെ വാരിയിട്ട് ഡസ്റ്റ്ബിനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ബാക്കിയുള്ളതൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ട്. പിന്നെ അപ്പം തന്നെ ഒന്ന് ഫുള്ളായിട്ട് തുടച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ റൂമിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് പോയാൽ അത് ശരിക്കും ഒന്ന് വാഷ് ചെയ്തിട്ട് അപ്പം തന്നെ പോയി കുളിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഞാൻ ആകെ നനഞ്ഞിട്ടുണ്ടാവും. മെഷീനിലാണെങ്കിൽ പ്രശ്നമല്ല, പക്ഷേ ഈ കല്ലുമ്മലൊക്കെ ഇട്ട് തിരുമ്പുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിയുമ്പോഴത്തിന് ഞാനും ആകെ നനഞ്ഞ് കുളിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പോയി കുളിക്കാട്ടോ ചെയ്യലുള്ളത്. അതായത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുളിക്കണതിൻ്റെ മുന്നെയാണ് ചെയ്യലുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് വന്നപ്പോഴത്തിന് ആ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ അത്യാവശ്യം ചെളി കൈമെന്ന് ഇളകിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ തന്നെ. ഇനിയിപ്പോൾ നല്ലോണം സോപ്പൊക്കെ ആക്കിയിട്ട് അങ്ങനെ കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എടുത്തിട്ട് അങ്ങനെ കഴുകുന്നുണ്ട്. ഈ ഒരു പുറത്തെ കല്ലുമെന്ന് ഞാനിങ്ങനെ എന്തെങ്കിലും ഇതേപോലത്തെ ചെറിയ ഐറ്റംസോ അല്ലെങ്കിൽ വൈറ്റ് കളർ ഡ്രസ്സോ പുതിയ ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് മെഷീനിൽ ഇടാൻ പറ്റാത്തത്, അതോ അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ, ഹിജാബ്സൊക്കെയാണ് ഇവിടുന്ന് വാഷ് ചെയ്യലുള്ളത്. അല്ലാത്തതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ വാഷിംഗ് മെഷീൻ തന്നെയാണ് യൂസ് ചെയ്യലുള്ളത്. പിന്നെ ഇങ്ങനത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ ഈ ക്ലോത്തിൻ്റെ ഐറ്റംസൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിന് വലിയ ചെളിയില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ചെറിയ പൊടികളൊക്കെ ഇങ്ങനെ അതിന് പിടിച്ചിട്ടുണ്ടാവും, നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളത് ഈ ഹെയർ ബാൻഡ്സ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഫേസിലും ഒക്കെ ആയിട്ട് ഈ പിമ്പിൾസ് വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ അത്യാവശ്യം നല്ലോണം ക്ലീൻ ആക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു ഹെയർ ബാൻഡും ഉണ്ട് കേട്ടോ, അതെനിക്ക് കാലിക്കറ്റ് പേജിൽ നിന്ന് കാക്കു വാങ്ങി തന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതും ഇങ്ങനെ പുറത്ത് ക്ലോത്തും ഉള്ളിൽ ഹെയർ ബാൻഡുമാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഹെയർ ബാൻഡുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതും നല്ലോണം വാഷ് ചെയ്യലുണ്ട്. അങ്ങനെ അതെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ അപ്പം തന്നെ മുകളിൽ കൊണ്ടുപോയിട്ട് ഉണക്കാനും കൂടെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഇട്ടാൽ തന്നെ വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഉണങ്ങിക്കോളും. അപ്പോൾ ഈ ഹെയർ ബാൻഡൊന്നും അതിലും നിൽക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അവിടെ ഇങ്ങനെ ചാരി വെക്കാട്ടോ ചെയ്തത്. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് അവിടെ ലോക്കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ പോയിട്ട് ഫ്രഷായി എൻ്റെ പ്രയറും ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി വർക്ക് ചെയ്യണത്. ഇത് കുറച്ച് വാൾ പോസ്റ്റേഴ്സാണ്, നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് തന്നിട്ടുള്ള ഓർഡറാണ്. സോ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വാൾ പോസ്റ്റർ നമ്മളങ്ങനെ സെയിൽ ചെയ്യണുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ശേഷം എനിക്ക് ഇൻസ്റ്റയിൽ കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ കൺഫേം ആയിട്ടുള്ള ഒരു ഓർഡറാണ്. അത് കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ എന്തിനോ ഞാൻ സ്റ്റിക്കി നോട്ട്സ് എടുക്കാൻ വേണ്ടി നോക്കിയപ്പം സ്റ്റിക്കി നോട്ടൊക്കെ തീർന്നിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നോ രണ്ടെണ്ണോ ഞാൻ എഴുതിയത് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ മുന്നേ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്ലുവിൻ്റെ ബർത്ത്ഡേക്ക് ഓന് കളറൊക്കെ വാങ്ങിയ സമയത്ത് അവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ ബഡ്ജറ്റിൽ നിന്ന്. പക്ഷേ ഞാൻ ഇത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ വിചാരിച്ച് അങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മയില്ല ഇനി. അപ്പോൾ ഇപ്പോൾ അതൊക്കെ എടുത്തിട്ട് തിരിച്ചതിൽ വെക്കുന്നുണ്ട്. ഇത് 4 കളറിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. സോ ഞാൻ കരുതി ഇത് 4 കളറാണല്ലോ, അപ്പോൾ 4 4 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കാമെന്ന്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കളർ ഫുള്ള് കഴിഞ്ഞിട്ട് വേണ്ടേ അടുത്തത് എടുക്കാൻ. അപ്പോൾ അതുവരെയും നമ്മൾ ആ സെയിം കളറിനെ യൂസ് ചെയ്ത് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനത്തെ വാങ്ങുമ്പോൾ ഞാനിങ്ങനെ ഇതിങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കും. ആ ഒരു കറക്റ്റ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് പിടിച്ച് വലിച്ചാൽ മതി, പോന്നോളും, സ്റ്റിക്കി അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യലുള്ളത്. ആദ്യം ഞാൻ മുകൾ സൈഡിൽ പിടിച്ച് വലിക്കാൻ നോക്കിയിട്ടോ, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയില്ല. പിന്നെ താഴെ കറക്റ്റ് പേജ് എടുത്തിട്ട് നോക്കിയപ്പം ആ ഓരോ കളറും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സ്റ്റിക്കി നോട്ട്സൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ അതിലാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ എന്തിനാ ഫസ്റ്റ് സ്റ്റിക്കി നോട്ട് നോക്കിയെന്നുള്ള കാര്യം ഞാൻ മറന്നു പോയിട്ടു. പിന്നെ ഞാൻ കുറച്ച് നേരം ആലോചിച്ച് എന്തിനായിരുന്നു ഇപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തിരുന്നേ എന്നുള്ളത്. പക്ഷേ അത് ഓർമ്മല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വാൾ പോസ്റ്റേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്.
ഇത് പലതും പല സൈസാണ് കേട്ടോ. ഞാൻ റാൻഡം സൈസിലാണ് കൂടുതലും ചെയ്യലുള്ളത്. പിന്നെ തീം അധികം ആൾക്കാരും എനിക്കിങ്ങനെ പറഞ്ഞുതരും തീം. ഇനിയിപ്പോൾ തീമൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെയാണ് ചെയ്യലുള്ളത്. കൂടുതലും ഈ ഇൻസ്പയറിങ് കോഡ്സൊക്കെ തന്നെയാണ്. ഇതിലും എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു പ്രത്യേക തീമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇൻസ്പയറിങ് മോട്ടിവേറ്റിംഗ് കോഡ്സ് മാത്രം അങ്ങനെ ആഡ് ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് അങ്ങനെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വോളിൽ സ്റ്റിക്ക് ചെയ്തതൊക്കെ ഉണ്ടാവും ഇതിൽ. കാരണം ഓൾറെഡി അതൊക്കെ എൻ്റെ പിൻട്രസ്റ്റ് ഫോൾഡറിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചതുണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഒരു സെറ്റിന് 80 റുപ്പീസാണ് കേട്ടോ വാങ്ങണത്. 80 രൂപയാണ് ഒരു സെറ്റിന്. ഒരു സെറ്റിൽ ഓൾമോസ്റ്റ് ഒരു 12 പീസ്, ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും. 12 പീസ് റാൻഡം സൈസ് എന്തായാലും ഉണ്ടാവും. ഈ വാൾ പോസ്റ്റേഴ്സ് ഇല്ലേ, ശരിക്കും ഇത് ഇപ്പോൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും തോന്നുന്നുണ്ടാവും നമ്മൾ റൂം കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെയാണിത് വെക്കണേന്നുള്ളത്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല കേട്ടോ. ഈ കോഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി കാണുന്ന സ്ഥലത്ത് സ്റ്റിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കോഡ്സൊക്കെ ഈ വാളിലോ അല്ലെങ്കിൽ നമ്മളെ ഫോണിൽ വാൾപേപ്പർ ആയിട്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ പോലും അറിയാണ്ട് തന്നെ നമ്മൾ ഡെയിലി അത് കാണുമ്പോൾ, നമ്മളിപ്പോൾ വായിക്കണം എന്നൊന്നുമില്ല, ഡെയിലി ഇപ്പോൾ നമ്മളത് വായിച്ചിരിക്കുമൊന്നും ഇല്ലല്ലോ, പക്ഷെ നമ്മൾ ഡെയിലി കാണുമല്ലോ എന്തായാലും. അങ്ങനെ ഡെയിലി നമ്മളത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കയറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നേരത്തെ ഉള്ളതിനെക്കാട്ടിലും ഒന്നും കൂടെ നമുക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മളിങ്ങനെയൊക്കെ ഡെയിലി പോസിറ്റീവ് കോഡ്സും കാര്യങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ, റൂമിൽ എവിടെയെങ്കിലുമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് വേ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെയാണ്. കാര്യം ഇതൊക്കെ നമ്മളിങ്ങനെ ഡെയിലി കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ റിമൈൻഡ് ചെയ്യല്ലേ, നമ്മളെ ഗോൾസും നമുക്ക് എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യാനുള്ളതെന്നൊക്കെ നമുക്കത് കാണുമ്പോൾ ഒന്ന് ഓർമ്മ വരില്ല. എന്തായാലും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമുക്കിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഈ കുറേ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കോഡ്സൊക്കെ വോളിൽ എഴുതി വെക്കുക അങ്ങനെയൊക്കെ. അർണോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്, നിങ്ങൾക്ക് അറിയില്ല, ബോഡി ബിൽഡർ ആൻഡ് ആക്ടറൊക്കെയാണ്, അമേരിക്കനാണ്. അപ്പോൾ അയാൾ ചെറുപ്പത്തിൽ ഇതേപോലെ അയാളെ ഇൻസ്പയർ ചെയ്യണ കോഡ്സും പിന്നെ അയാൾക്കായി തീരേണ്ട ആ കാറ്റഗറിയിലുള്ള ആൾക്കാരെ ഫോട്ടോസ്, അയാളെ റോൾ മോഡൽസ്, ഇവരൊക്കെ ഫോട്ടോസും കോഡ്സൊക്കെ ഡെയിലി ഇങ്ങനെ എണീറ്റ് വരുന്ന സമയത്ത് തന്നെ നോക്കി നിൽക്കും, റൂമിൽ കൊട്ടിച്ചിട്ടുണ്ടാവും. സോ ഡെയിലി നമ്മൾ അങ്ങനെ അതൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ ഗോൾസ് പെട്ടെന്ന് അച്ചീവ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് മൈൻഡ് സെറ്റൊക്കെ വരും. അങ്ങനെ ഞാൻ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ പോളറോയിഡ്സ് കട്ട് ചെയ്യണ അത്ര പേപ്പർ പീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാര്യം ഇത് കറക്റ്റ് അളവിലാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുക. പിന്നെ ജസ്റ്റ് ആ സൈഡ്സ് അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഓർമ്മ വന്നിട്ടോ, ഞാൻ നേരത്തെ എന്തിനാണ് ടു ഡു ലിസ്റ്റൊക്കെ തപ്പിയിട്ടുണ്ടായിരുന്നതെന്നുള്ളത്. കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാനേനു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളൂ, കാരണം ചാർജ് ചെയ്യാൻ വെച്ചതായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ചായ കുടിക്കാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ഇമ്മ സ്നാക്സൊക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാടമുട്ട ഇങ്ങനെ നമ്മൾ ബീച്ച് സൈഡിലൊക്കെ കിട്ടൂലേ, റോസ്റ്റായിട്ട്, അത്രക്കൊന്നും ഇല്ലെങ്കിലും ഏകദേശം അതേപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചായയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ പോണത് ആരാണോ ഓലാണ് ഉണ്ടാക്കുക. ഞാനാണ് അധികം നേരത്തെ അടുക്കളയിൽ പോലുള്ളത്, വൈകുന്നേരമൊക്കെ. അപ്പോൾ ഞാൻ വേഗം ചായ ഉണ്ടാക്കും. എനിക്ക് പെട്ടെന്ന് വിശക്കണതുകൊണ്ട് തന്നെ ഞാൻ ഒരു 4 മണി കഴിയുമ്പോഴത്തേന് പോയിട്ട് ചായയൊക്കെ ഉണ്ടാക്കും. ഇന്നിപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇമ്മ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുകളിൽ പോയിട്ട് നേരത്തെ വാഷ് ചെയ്തിട്ടുള്ള ഹെയർ ബാൻഡ്സും പിന്നെ കുറച്ച് ക്ലോത്ത്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കണം. അപ്പോൾ ഹെയർ ബാൻഡ്സൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മെറ്റീരിയൽ ഇതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അങ്ങനെ അത് മാറ്റി വെച്ചിട്ട് ഞാൻ ആദ്യം ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് കരുതിയിട്ട് കുറച്ചുള്ളൂ കേട്ടോ, രണ്ട് ടോപ്പും 2 ഹിജാബൊക്കെ ഉള്ളൂ. അപ്പോൾ അതാദ്യം മടക്കി വെക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പണിയാണ് കേട്ടോ ഡ്രസ്സ് മടക്കി വെക്കുക എന്നുള്ളത്. കുറേ ആൾക്കാർക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കെന്താ അറിയുമോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഹിജാബ്സൊക്കെ. കാരണം ഹിജാബ്സിനൊക്കെ ഒരു കറക്റ്റ് ഷേപ്പ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് മടക്കി വെക്കാൻ പറ്റും. പിന്നെ എനിക്കതിനൊക്കെ ഒരു പ്രത്യേകം പാറ്റേണും ഉണ്ട് ഇങ്ങനെ മടക്കി വെക്കാൻ, പ്രത്യേകിച്ച് ഈ ഹിജാബ്സൊക്കെ മടക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞാൻ തന്നെയാണ് ഫോൾഡ് ചെയ്ത് വെക്കലുള്ളത്. കാരണം ആ ഒരു രീതിയിൽ തന്നെ എനിക്ക് മടക്കി വെക്കണമെന്നുണ്ട്.
ഇനി ഞാൻ നേരത്തെ വാഷ് ചെയ്തിട്ടുള്ള ഹെയർ ബാൻഡ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ബീച്ചിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ലൈറ്റ് കത്തുന്നതായിരുന്നു കേട്ടോ. ഈ ഒരു ചെവി പോലുള്ള ഉണ്ടല്ലോ, അവിടെയൊക്കെ വയറുണ്ട്, ലൈറ്റ് കത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വർക്ക് ചെയ്യണില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഇത് മാത്രമായിട്ട് യൂസ് ചെയ്യലാണ്. നല്ല രസമായിട്ടോ കാണാൻ. അതുകൊണ്ട് തന്നെ ഞാൻ അധികം യൂസ് ചെയ്യുകയും ചെയ്യും. പിന്നുള്ളത് ഈ 2 ഹെയർ ബാൻഡ്സ് ആണ്. ഇതിൽ ഈ റെയിൻബോൻ്റെത് എൻ്റെ അനിയത്തി വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഓൾ എവിടേക്കോ ട്രിപ്പ് പോയപ്പോൾ എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. ഇതിനും ഇവിടെ മുകളിലായിട്ട് ഇങ്ങനെ ഈ ഒരു ഹെയർ ബോ പോലെയുള്ള സംഭവം ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ കാണാനില്ല. ഈ ഹെയർ ബാൻഡ് കാണാനില്ലാതെ കുറേ ദിവസം തപ്പിയിട്ടും എനിക്ക് കിട്ടാതായിട്ട് ഞാൻ കഴിഞ്ഞ പെരുന്നാക്കെങ്ങാനും വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു വൈൽഡ് പ്രിൻറ്റിലുള്ള ഈ ഒരു ഹെയർ ബാൻഡ്. ഇത് ഞാൻ വാങ്ങി വീട്ടിലെത്തി പിറ്റേ ദിവസം തന്നെ എവിടുന്നാന്ന് അറിയില്ല എനിക്ക് മറ്റേത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ അങ്ങനെയാവല്ലേ, കുറേ തിരഞ്ഞിട്ട് കിട്ടായിട്ടാണ് ഞാൻ മറ്റേത് വാങ്ങിയത്. പക്ഷെ ഇത് വാങ്ങി പിറ്റേന്ന് എനിക്കത് എവിടുന്നോ കിട്ടിയിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ 2 ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഇതാ ഞാൻ മഗ്‌രിബിൻ്റെ സമയത്താണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വോൾ പോസ്റ്റേഴ്സ് പാക്ക് ചെയ്യാനുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു അത് ഇപ്പോൾ രാത്രിയായില്ലേ, അപ്പോൾ കുറച്ച് വെളിച്ചത്തു നിന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രാവിലെ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഈ ഓഗസ്റ്റ് മന്ത് കഴിയാനായി, സെപ്റ്റംബർ സ്റ്റാർട്ട് ചെയ്യാനായല്ലോ. ഇപ്രാവശ്യം എന്തായാലും ഞാൻ ബുള്ളറ്റ് ജേർണലിൻ്റെ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് കരുതി. എനിക്ക് എന്തായാലും ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കണം, എന്നാലേ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് ഈസി ആവുള്ളൂ. ഫസ്റ്റ് തന്നെ ക്യാലണ്ടറിന് സെപ്റ്റംബർ മന്തിലെ ക്യാലണ്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ എനിക്ക് അതിൽ നോക്കിയിട്ട് കോളംസും കാര്യങ്ങളൊക്കെ വരക്കാമല്ലോ, കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. എന്നിട്ട് പിന്നെ ഞാൻ ഇതാ ജേണലൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഫോണിൽ പിൻട്രസ്റ്റ് എടുത്തിട്ട് നോക്കുകയാണ് കേട്ടോ ഐഡിയാസിന് വേണ്ടിയിട്ട്. ഇതൊക്കെ ഞാൻ എപ്പോഴും പിൻട്രസ്റ്റ് ഇൻസ്പയർ ആയിട്ട് തന്നെയാണ് ജേണലൊക്കെ ചെയ്യലുള്ളത്. കാരണം ഐഡിയാസ് എനിക്ക് കുറേ ഉണ്ടാവും. കുറേ ഐഡിയാസൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും സ്വന്തമായിട്ട് ചിന്തിച്ച് വരക്കാനുള്ള അത്ര കഴിവില്ല, അത്രയ്ക്കും കണ്ട് ചിത്രം വരക്കാനൊന്നും അറിയില്ല. അപ്പോൾ എപ്പോഴും ഞാൻ നോക്കി വരയ്ക്കാനാണ് ചെയ്യൽ. നോക്കി വരക്കാനും അങ്ങനെ വല്ലാതെ അറിയുന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ നോക്കി വരക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരക്കും. പിന്നെ ഞാനാണെങ്കിൽ എല്ലാ മാസം ബുള്ളറ്റ് ജേർണലിൽ ചെയ്യുകയാണെങ്കിലും ഭയങ്കര സിമ്പിളായിട്ട് മിനിമലായിട്ടാണ് കേട്ടോ ചെയ്യാൻ നോക്കലുള്ളത്. എൻ്റെ ഭയങ്കര വലിയ കലാവിരുദ്ധമൊന്നും അതിമ്പോൾ കാണിക്കലില്ല, കാരണം ലാസ്റ്റ് എങ്ങനെ ആയാലും കുളമാവും. സിമ്പിളാകുമ്പോൾ വലിയ പ്രശ്നമല്ലല്ലോ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വീഡിയോ ഒക്കെ എടുക്കില്ല വിചാരിച്ചിട്ട് ഒരു തീമൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്യാൻ നിർത്തിയിട്ട് ഫ്ലവർ തീമാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് റെഫറൻസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഈ ബുള്ളറ്റ് ജേർണൽ ഐഡിയാസ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം കുറേ റിസൾട്ട് തന്നെ പിൻട്രസ്റ്റിൽ കിട്ടും, കുറേ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഇൻസ്പയർ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനെപ്പോഴും ചെയ്യലുള്ളത് ആദ്യം അങ്ങനെ നോക്കി വെക്കും കുറച്ച് ഡിസൈൻസ്. പിന്നെ എൻ്റെ തീം എന്താണോ ആ തീമിൻ്റെ ഡ്രോയിങ്സും ഡൂഡിൽസൊക്കെ നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടുമല്ലോ, അതും നോക്കും. എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എൻ്റെ ഒരു ഐഡിയക്ക് ഞാൻ മാറ്റി വരയ്ക്കുകയാണ് ചെയ്യലുള്ളത് അധികവും. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഇതിൽ. ഞാൻ വേറെ എവിടേക്കും എൻ്റെ കണ്ണ് പോവാതെ കറക്റ്റ് ഞാൻ നോക്കിയ കാര്യം തന്നെ സ്ക്രോൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നെടുത്ത് കഴിഞ്ഞ് ബാക്കി വേറെ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അയിമ പോയി ലാസ്റ്റ് എന്തിനാണ് എടുത്തതെന്ന് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് എടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ നോക്കി വരയ്ക്കുന്നുണ്ട്. സോ ആദ്യം തന്നെ സെപ്റ്റംബറിന് എഴുതിയിട്ടുള്ള ആ ഒരു ഫസ്റ്റ് പേജ് ഉണ്ടല്ലോ, അതാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ അത്യാവശ്യം കുറച്ച് ഗ്രാൻഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഹെവി ആക്കിയിട്ടാണ് ചെയ്യണത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അത്രയൊന്നും വരയ്ക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ വരച്ച് വെക്കും, എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ ഇതിന് ഔട്ട്ലൈൻ കൊടുക്കണതും, അതായത് പെന്ന് യൂസ് ചെയ്ത് ഔട്ട്ലൈൻ കൊടുക്കണതും ബാക്കി കളർ ചെയ്യണതൊക്കെയാണ് വീഡിയോ എടുക്കുമ്പോൾ കാണിക്കലുള്ളത്. അതല്ല ഈ ഫുൾ സ്റ്റാർട്ടിങ് തൊട്ട് വീഡിയോ എടുക്കുമ്പോഴാണ് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് ഒരു 3 ദിവസം വേണ്ടി വരും. ഇങ്ങനെ വരച്ച് മായ്ച്ച് അങ്ങനെ വേണം ഒരു ഡിസൈൻ കിട്ടാനും. അതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ മുന്നേ ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഒരു ഡിസൈന്, അത് ഫോളോ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ കുറച്ചധികം നേരം ഇരുന്നിട്ടാണ് കേട്ടോ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇത്രയും ആക്കിയിട്ട് ഞാൻ പിന്നെ നിർത്തി വെച്ചു കേട്ടോ, ബാക്കി ഫുഡ് അയച്ചിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഏകദേശം 8:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ റൂമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അത് 9:45 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കിടക്കണതിന് മുന്നേ ചെയ്യാനുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് എന്തോ അതിൻ്റെ ബാക്കി ചെയ്യാൻ അപ്പം അങ്ങോട്ട് ഒരു ഇൻട്രസ്റ്റ് വന്നില്ല, കാരണം കുറച്ച് നേരം ഇനിയും പോവുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നാളെ അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാൻ കരുതിയിട്ട് അതൊക്കെ എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് പിന്നെ ഉറങ്ങണതിൻ്റെ മുന്നേ ആയിട്ട് ഒരു ബുക്കും കൂടെ വായിച്ചിട്ട് അങ്ങനെ ഉറങ്ങാമെന്ന് കരുതിയിട്ട് ഈ ഒരു ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കിടന്നപ്പം തന്നെ ഉറക്കം വരില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ബുക്ക് വായിച്ചിട്ട് അങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഉറക്കം വന്നോളും.
സോ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.